ശ്രീ ആർ വി ബാബു, ഇനി 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മൾ സ്വതന്ത്രമായതെങ്കിൽ ആ സ്വാതന്ത്ര്യം വിഭജനത്തിലൂടെയാണ് നേടിയെടുത്തതെന്ന് മറച്ചു പിടിക്കുന്നത് ആരാണ്? അല്ല, വിഭജനത്തിൻ്റെ ദുരന്ത ചിത്രം അത് മനഃപൂർവ്വം നമ്മുടെ കൺമുമ്പിൽ മറയ്ക്കാൻ ശ്രമിക്കുകയും വിഭജനത്തിന് മുൻപുണ്ടായിരുന്ന അന്തരീക്ഷത്തെ ഇന്നും അത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഞാനതിലേക്ക് വരുന്നതിന് മുൻപ് പ്രൊഫസർ റോണി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അദ്ദേഹം ചരിത്രം ശരിക്ക് ഓർമ്മിച്ചിട്ടുകൊണ്ടാണോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിക്കാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ചരിത്രത്തെ സംബന്ധിച്ച് ഒന്നുകൂടി ഓർമ്മയിൽ അദ്ദേഹം കൊണ്ടുവരണമെന്ന് പറയുകയാണ്. സർ സയ്യദ് അഹമ്മദ് അദ്ദേഹം പറഞ്ഞു 1925 RSS തുടങ്ങിയതിന് ശേഷം ആണ് വിഭജനത്തിൻ്റെതായിട്ടുള്ളത്. മുസ്ലിം ലീഗും RSSുമാണ് വിഭജനത്തിൻ്റെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ കാരണമായത് എന്നാണ്. ഇവിടെ സർ സയ്യദ് അഹമ്മദ് ഖാൻ 1888 നടത്തിയൊരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ശ്രീ റോണി, I do not understand what the words National Congress mean. Is it supposed that the different castes and creeds living in India belong to one nation or can become a nation and their name and aspirations be one and the same? I object to every Congress in any shape or form, whatever which regards India as one nation. ഈ രാജ്യത്തെ ഒന്നായി കാണുന്നതിൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ജാതി മതമൊക്കെ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ അതിൻ്റെ എല്ലാ ഷേപ്പിലും ഈ രാജ്യത്തെ കോൺഗ്രസ് ഒന്നായി കാണുന്നുവെങ്കിൽ അതിനോട് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. എന്നിട്ട് അത് മാത്രമല്ല, ഇൻ കേസ് ദ ബ്രിട്ടീഷ് ലെഫ്റ്റ്, ബ്രിട്ടീഷുകാർ പോയാൽ ദ ഹിന്ദുസ് ആൻഡ് മുസൽമാൻ കുഡ് നോട്ട് ഷെയർ പവർ ബിക്കോസ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് വൺ ഓഫ് ദം ഷുഡ് കോൺകർ ദി അതർ. അപ്പം ഇത് പറഞ്ഞത് സർ സയ്യദ് അഹമ്മദ് 1888 നടത്തിയ പ്രസംഗത്തിലാണ്. എന്നിട്ട് അത് കാണാതെയാണോ ശ്രീ റോണി താങ്കൾ ഈ പ്രസ്താവനയൊക്കെ നടത്തുന്നത്? ഞാൻ 1906 ആണ് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്, കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 1906 ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള ഡെപ്യൂട്ടേഷനാണ് ഈ വിഭജനത്തിന്റെ സീഡ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ താങ്കൾ വിമർശിച്ചു. ഞാൻ ഇത് ഉദ്ധരിക്കുന്നത് ആഗാഖാൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ്. അദ്ദേഹം പറയുകയാണ്, ലോർഡ് മിൻഡോസ് അക്സെപ്റ്റൻസ് ഓഫ് അവർ ഡിമാൻഡ്സ് വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൾ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രപ്പോസൽസ് മെയ്ഡ് ഫോർ ഇന്ത്യ ബൈ സക്സസീവ് ബ്രിട്ടീഷ് ഗവൺമെന്റ്സ് ആൻഡ് ദ ഫൈനൽ ഇനെവിറ്റബിൾ കോൺസിക്വൻസസ് വാസ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ എമർജൻസ് ഓഫ് പാകിസ്ഥാൻ. നോക്കൂ, ഈ രാജ്യത്തിന്റെ വിഭജനത്തിനും അതേപോലെ ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനും കാരണമായതിൽ ഞങ്ങളുടെ ആ ഡിമാൻഡ്സ് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്തത് കാരണമായി എന്ന് സ്വയം പറയുന്നത് ആരാണ്? അത് ശ്രീ ആഗാഖാൻ തന്നെയാണ്. അപ്പോൾ ആഗാഖാൻ പറഞ്ഞാൽ പോലും കോൺഗ്രസ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ പറഞ്ഞു RSS ആണ് ഹിന്ദുരാഷ്ട്രവാദം ഉയർത്തി എന്ന്. RSSന്റെ ഹിന്ദുരാഷ്ട്രവാദത്തെക്കുറിച്ചൊക്കെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ RSS സ്ഥാപിച്ചതും RSSന്റെ പ്രവർത്തനം തുടങ്ങിയതും അത് ഒരിക്കലും റിയാക്ഷണറി ആയിട്ടല്ല. ഒരു കറക്ഷൻ ഉണ്ട്. ശങ്കുട്ടിദാസ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്ക് സംശയം. ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണെന്ന് അറിഞ്ഞുകൂടാ. ഒരിക്കലും റിയാക്ഷണറി ആയിട്ടല്ല. RSSന്റെ സ്ഥാപകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, എന്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്ന അന്വേഷണമാണ് RSSന്റെ സ്ഥാപനം. നമ്മുടെ രാജ്യം അടിമത്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പോൾ ഈ രാജ്യം അടിമത്തത്തിലേക്ക് പോകാനുള്ള കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ അസംഘടിതാവസ്ഥയാണ് എന്നും, വീണ്ടും സ്വാതന്ത്ര്യം കിട്ടിയാൽ വീണ്ടും അടിമത്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ രാജ്യം സംഘടിതമായിരിക്കണം എന്നും ഉള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1925 RSS സ്ഥാപിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും രാഷ്ട്രത്തിന്റെ അന്നു മുതൽ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിൽ ആണ് പ്രവർത്തിക്കുന്നതും അതിന്റെ എല്ലാ നടപടികളും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു